ഓരോ മാധ്യമങ്ങളിലും ഓരോ തരത്തിലാണ് വാർത്ത വരുന്നത്, വിഷ്വൽസ് വരുന്നത്. എന്തായാലും ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഇപ്പോൾ നമുക്ക് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ നമ്മുടെ മുമ്പിലെത്തിക്കും. സാധാരണ കൗൺസിൽ യോഗം അവസാനിക്കുന്നതിന് മുമ്പ് പെട്ടെന്നൊക്കെ അവസാനിക്കുന്നതിന് മുമ്പ് ഒപ്പിട്ട് തീർന്നില്ലെങ്കിൽ കുറച്ച് സമയം കൂടി അവരുടെ ഒപ്പിടാൻ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ മേയർ സെക്ഷനിൽ അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാവും. അവിടെ വന്ന് അന്ന് യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒപ്പിടാം. ഞങ്ങൾ അതിലൊന്നും സ്ട്രിക്റ്റ് ആയിട്ട് ഒപ്പിടാൻ പാടില്ല, അങ്ങനെയുള്ള നിലപാടൊന്നും എടുക്കാൻ പാടില്ല, എടുത്തിട്ടുമില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരിക്കലും ഒരു കൗൺസിലിനകത്തിൽ നടക്കാൻ പാടില്ലാത്തൊരു കാര്യം അവിടെ കണ്ടത്, അറ്റൻഡൻസ് രജിസ്റ്റർ ഒരു കൗൺസിൽ അംഗത്തിന് ഒപ്പിടാൻ കൊടുത്താൽ അദ്ദേഹം ഒപ്പിട്ടിട്ട് അത് കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ജീവനക്കാരുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കണം. അല്ലെങ്കിൽ അടുത്ത കൗൺസിലർക്ക് ഒപ്പിട്ട് ഞാൻ പാസ് ചെയ്യണം. ഇപ്പോൾ അവിടെ ഒരു വലിയൊരു പ്രദർശനം നടന്നു. ഈ അറ്റൻഡൻസ് രജിസ്റ്റർ ഒരിക്കലും രഹസ്യ വസ്തുവല്ല. ഇന്നലെ ഇപ്പോൾ എന്നെ കണ്ട എല്ലാ മാധ്യമപ്രവർത്തകരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. നിങ്ങളൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി കിട്ടും. അതിനിടയിൽ ഞാൻ മനസ്സിലാക്കിയത്, ആ അറ്റൻഡൻസ് രജിസ്റ്ററിൻ്റെ ചില പേജുകൾ നശിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. ചിലർ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിക്കുന്നത് കണ്ടു. അപ്പോൾ ഇതിൽ ഓരോരുത്തരും ഒപ്പിടുന്ന ഓരോ ടൈപ്പ് പെന്നും കൊണ്ടാണ്. അതിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ഇത് നാളെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കേണ്ട രേഖയാണ്. ഇതൊരു ആധികാരികമായ ഒരു രേഖയാണിത്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഒപ്പിടാൻ ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒപ്പിടുക, ഒന്നുകിൽ ഉദ്യോഗസ്ഥരെ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അടുത്ത ഒപ്പിടാനുള്ള ആളിനെ കൊടുക്കുക. അതാണല്ലോ ജനാധിപത്യത്തിൽ മര്യാദ. അല്ലാതെ ആ അറ്റൻഡൻസ് രജിസ്റ്ററിനെ കൊടുക്കില്ല, മറ്റാർക്കും ഒപ്പിടാൻ കൊടുക്കില്ല എന്ന് വച്ചിരിക്കുകയും അതിന് ഡാമേജ് വരുത്തുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് അത് ഒരിക്കലും തന്നെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ദൗർഭാഗ്യകരമായ കാര്യങ്ങളുണ്ടായി. ആ സമയം എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇത് കണ്ട് രജിസ്റ്റർ നശിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം ആ രജിസ്റ്റർ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് പരസ്പരം ഒരു കയ്യേറ്റം ചെയ്യുന്ന നിലപാടൊക്കെ സ്വീകരിച്ചത്. എന്തായാലും എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അതിനുമായിട്ട് നേരിട്ട് സംസാരിച്ചു. മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. ചെയർമാൻ്റെ നെഞ്ച് വേദന ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഷർട്ട് കീറിയിട്ടുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചോ പറഞ്ഞത്, അറ്റൻഡൻസ് രജിസ്റ്റർ നശിപ്പിക്കുവാൻ വേണ്ടി ചില പേജുകൾ കീറിയെടുക്കുവാനും അതിൽ വെള്ളം ഒഴിക്കുവാനും നടത്തിയ ശ്രമത്തിനിടെ അറ്റൻഡൻസ് രജിസ്റ്റർ തിരിച്ചു ചോദിച്ചു. അത് വാങ്ങിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഷർട്ട് കീറിയത്, അദ്ദേഹത്തിന് മർദ്ദനമേറ്റതെന്നാണ് പറഞ്ഞത്. ഒരിക്കലും അറ്റൻഡൻസ് രജിസ്റ്റർ നശിപ്പിക്കുവാനുള്ള ശ്രമം ആര് നടത്തിയാലും അതിനൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ മയക്കപ്പെട്ടിരിക്കല്ലേ, ഈ രജിസ്റ്റർ കൊടുത്ത ജീവനക്കാരനുണ്ട്, ഇവിടുത്തെ ജീവനക്കാരൻ, അദ്ദേഹമാണ് കൊടുത്തത്. എന്താ സംഭവിച്ചത് പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് മതി. നിങ്ങൾ എന്താ സംഭവിച്ചത് രജിസ്റ്റർ? നിങ്ങൾക്ക് സംഭവിച്ച നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ ഒപ്പിടാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് ഷിബ പാർട്ടിക്ക് എന്ന കൗൺസിൽ എൻ്റെ നിർബന്ധമായിട്ട് പിടിച്ചു വാങ്ങിച്ചതിന് ശേഷം ശബരിനാഥ് കൗൺസിലർ എടുത്ത് കൊടുത്തു. അദ്ദേഹമാണ് ഇത് എല്ലാവരെയും കാണിച്ചത്. നിങ്ങൾ തിരിച്ചു വെച്ചപ്പോൾ എന്താ പറഞ്ഞത്? തിരിച്ചു വെച്ചാൽ മിണ്ടരുതെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് നിങ്ങൾ തിരിച്ചു വെച്ചപ്പോൾ എന്താ പറഞ്ഞത്? മിണ്ടരുതെന്ന് പറഞ്ഞു. ആര്? ശബരിനാഥ് കൗൺസിലർ പറഞ്ഞ് മിണ്ടായിരിക്കുക അവിടെ എന്ന് പറഞ്ഞു. ഷിബ പാർട്ടി കൗൺസിലർ കൊടുത്തതല്ല, ഒപ്പിടാൻ വേണ്ടി വാങ്ങിച്ചിട്ട് നിർബന്ധമായിട്ട് തരാതെ പിടിച്ചു. ഞാൻ വേറെ ചോദിച്ചപ്പോൾ തന്നില്ല. അതിനുശേഷം ആ കൗൺസിലർ ശബരിനാഥ് കൗൺസിലർ എടുത്ത് അത് ഫോർവേഡ് ചെയ്ത് പിന്നെ എന്റെ കയ്യിൽ കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ കിട്ടിയില്ലല്ലോ. ഞാൻ വാങ്ങിയ പല പ്രാവശ്യം അപ്പോഴാണ് പറഞ്ഞത് മിണ്ടരുത്, അവിടെ മിണ്ടായിരിക്കുന്നു പറഞ്ഞത്. അല്ല, ആരാ പറഞ്ഞ മിണ്ടായിരിക്കാനായിട്ട്? ശബരിനാഥ് കൗൺസിലർ കഴിഞ്ഞു. അതായത് യൂസുഫ് വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരനാണ്. ഞാൻ മേയർ ആവുന്നതിന് മുമ്പ് തന്നെ യൂസുഫ് എൻ്റെ സെക്ഷനിലുള്ള ആളാണ്. ഞാൻ മേയർ സെക്ഷനിൽ നിന്നും ആരെയും മാറ്റിയിട്ടില്ല. അങ്ങനെ ഒന്ന് രണ്ടുപേരെ കൂടെ സഹായിക്കാൻ വേണ്ടി വച്ചെന്നേ ഉള്ളൂ. യൂസുഫിനെയൊക്കെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അജണ്ട കൊണ്ടു കൊടുക്കുക, ഈ അറ്റൻഡൻസ് രജിസ്റ്റർ രേഖകൾ, ഇതൊക്കെ ഇവർ വർഷങ്ങളായി ചെയ്യുന്നവരായതുകൊണ്ട് അവർക്ക് ഓരോ കൗൺസിലർമാരെയും വീടറിയാം, അജണ്ടകൾ വീട്ടിലേക്ക് എത്തിക്കുന്ന. അങ്ങനെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ജീവനക്കാർ തന്നെയാണ് ഇവരൊക്കെ. ഞങ്ങൾ കഴിഞ്ഞ ടൈമിൽ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ യൂസുഫ് ഉൾപ്പെടെയുള്ള രജിസ്റ്റർ ഞങ്ങളെ തരുന്നത്, ഞങ്ങളുടെ വീട്ടിൽ അജണ്ട കൊണ്ടുവരുന്നത്. ഞങ്ങൾ ഒപ്പിട്ടിട്ട് ഒന്നുകിൽ അടുത്ത ആളിന് കൊടുക്കും, അല്ലെങ്കിൽ അവരെ തിരിച്ചു കൊടുക്കും. ഇത് ബലപ്രയോഗത്തിലൂടെ വാങ്ങുക, തിരിച്ചു കൊടുക്കാതിരിക്കുക. അപ്പോൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇത് അന്വേഷണം വരുമ്പോഴേക്കും ആ ജീവനക്കാരനല്ലേ ബാധിക്കുന്നത്. ഇന്ന് ഇത്രയും മാധ്യമങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് പ്രശ്നമല്ല.